നമസ്കാരം. നക്ഷത്രഫലം 1200 കന്നിമാസം, അതായത് 2024 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 കൂടിയിട്ടുണ്ടാവുന്ന കന്നിമാസത്തിലെ നക്ഷത്രങ്ങളിലെ ഫലമാണ് പറയുന്നത്. ഓരോ കൂറനുസരിച്ചിട്ടാണ് നക്ഷത്രഫലം പറയുന്നത്. മേടക്കൂറ്, ഇടവക്കൂറ് തുടങ്ങി ഓരോ കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. മീനക്കൂറ്: പൂരോരുട്ടാതി, അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഇത്രയും നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഈ നക്ഷത്രക്കാരുടെ കന്നിമാസത്തിലെ ഫലം നോക്കാം. വിവാദങ്ങളിൽ ഇടപെടൽ. അവനവൻ്റെ ആവണമെന്നില്ല, അടുത്തുള്ള ആൾക്കാരുടേതോ അവനവൻ്റേതോ ആകാം. അത്തരം വിവാദങ്ങളിൽ മനഃപൂർവ്വം ചെന്ന് തലയിടുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാധ്യതയുണ്ട്. ഗൃഹജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വഴക്കിന് വഴിയൊരുങ്ങാം. ഭാഗ്യക്കുറി ലഭിക്കുവാൻ ഇടയുള്ളതിനാൽ കൂടുതൽ ഭാഗ്യം കൈവരുന്ന മാസമാണ് ഈ നക്ഷത്രക്കാർക്ക് കന്നിമാസം. സൗന്ദര്യവർദ്ധക സാമഗ്രികളും കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങളും ഒരുപാട് വാങ്ങിക്കൂട്ടുവാൻ സാധ്യതയുണ്ട്. ദന്ത നേത്ര രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിശിഷ്ടമായിട്ടുള്ള വൈദ്യസഹായം തേടാം. മാത്രമല്ല, പാരമ്പര്യമായി കൈവരുന്ന ധനം ലഭിക്കുവാൻ ഈ മാസം സാധ്യതയുണ്ട്. അതിനായിട്ട് കോടതി വ്യവഹാരത്തിലോ മറ്റോ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജയിക്കുവാനും സാധ്യത കാണുന്നു. മൃഗങ്ങളിൽ നിന്നും ശല്യം വരാം, അതുപോലെ തന്നെ കീടങ്ങളിൽ നിന്നും. അതുമൂലം ചെറിയ വൈദ്യസഹായം വരെ നേടേണ്ടി വരും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സംഖ്യ ഉടനെ തന്നെ ലഭിക്കും. അത് ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് തന്നെ വേണമെന്നില്ല. അവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. ഒരു രോഗത്തെയും നിസ്സാരമായി കരുതാതെ വേണ്ട വിധം ചികിത്സ നടത്തേണ്ടതാണ്. സംഗീതം, പാചകം, നൃത്തം, മനഃശാസ്ത്രം, ധ്യാനം, യോഗ തുടങ്ങിയിട്ടുള്ള ആ ഒരു മേഖലകളിൽ അതീവ താല്പര്യം വർദ്ധിക്കും. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത കൈവരിക്കേണ്ട സമയമാണിത്. പുതിയ ശാസ്ത്ര മേഖലകളിൽ താല്പര്യം വരികയും അതുമൂലം ഭാവിയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എപ്പോഴും വിദ്യാർത്ഥികളായിട്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണിത്. അതായത് ഏതറിവിനെയും സ്വീകരിക്കാൻ താല്പര്യമുള്ള കൂറുകാരാണിവർ. അതിനാൽ തന്നെ ഇപ്പോൾ പഠിക്കുന്ന ചെറിയ കാര്യം പോലും ഭാവിയിൽ ഗുണാനുഭവമായിട്ട് വരുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. പക്ഷേ എന്തൊക്കെ അറിവും കലാപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാക്കിയാലും ഇവരുടെ അമിതമായിട്ടുള്ള കോപം പലതിനെയും നശിപ്പിക്കും. അതിനാൽ ഈ മാസം, കന്നിമാസം, ഇവർക്ക് ഗുണദോഷകാര്യങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ ഗുണമാണ് കൂടുതലെങ്കിലും മനസ്സിന് ഏകാഗ്രതയും ശാന്തതയും കിട്ടാൻ ധ്യാനം, യോഗ തുടങ്ങിയവ പരിശീലിക്കുന്നതും ഈശ്വരഭജനം നടത്തുന്നതും വളരെ അഭികാമ്യമാണ്. ഗ്രഹപ്പകർച്ച: 1200 ചിങ്ങമാസം 31 ഉദയാൽപരം 33 നാഴിക 33 വിനാഴികയ്ക്ക്, അതായത് രാത്രി 7:43 ചതയം നക്ഷത്രം കുംഭക്കൂറിൽ കന്നിസംക്രമം. 1200 കന്നിമാസം 7 10 നാഴികയ്ക്ക് ബുധൻ കന്നിരാശിയിലേക്കും, കന്നിമാസം 24 13 നാഴികയ്ക്ക് ബുധൻ തുലാം രാശിയിലേക്കും, കന്നിമാസം 2 19 നാഴികയ്ക്ക് ശുക്രൻ തുലാരാശിയിലേക്കും, കന്നിമാസം 27 ഉദയപൂർവം 1 നാഴികയ്ക്ക് ശുക്രൻ വൃശ്ചികം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. 1200 കന്നിമാസം 10 രാത്രി 1:11 അത്തം ഞാറ്റുവേലയും, കന്നിമാസം 24 പകൽ 2:07 ചിത്തിര ഞാറ്റുവേലയും ആരംഭിക്കുന്നതാണ്.